ടെസ്റ്റിന് പോവാണേ, വൈകിട്ടേ വരൂ. ടെസ്റ്റോ? ഈ സൺഡേ എന്ത് പരീക്ഷയാടാ? പരീക്ഷയല്ല അമ്മേ, ക്രിക്കറ്റ് ടെസ്റ്റ്. ഞാനാ ഓപ്പണർ. ഒരു കുപ്പിയുടെ അടപ്പ് ഓപ്പൺ ചെയ്യാൻ അറിയാത്തവനാ ഓപ്പണറാണ് പോലും. ടിൻഡുവിന്റെ കളി അച്ഛൻ കാണാൻ പോകുന്നതേയുള്ളൂ. അല്ല, ഇന്നല്ലേ ജിമ്മിച്ചന്റെ കല്യാണം, പോണ്ടേ? പിന്നെ പോണ്ടേ, പള്ളിയില് ഒരു 11 മണിയാകുമ്പോഴേക്കെങ്കിലും എത്തണം. ടിൻഡു, നീ വരുന്നില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ടെസ്റ്റ് ഉണ്ട്. അവന്റെ ഒരു ടെസ്റ്റ്, ഫ്രൈഡ് റൈസ്, ചിക്കൻ റോസ്റ്റ് എല്ലാം ഉണ്ടടാ. എന്നെ കൊതിപ്പിക്കാനൊന്നും നോക്കണ്ട, ഞാൻ പോവാ. ആ വന്നോ? എങ്ങനെയുണ്ട് കളി? സെഞ്ചുറി അടിച്ചില്ലേ? ഓ, എന്തായിരുന്നു മോനെ ഫുഡ്? കൊതിപ്പിക്കാൻ നോക്കണ്ട, എനിക്ക് കൊതിയില്ല. അച്ഛൻ അത് വേണ്ടുവോണം ഉണ്ട് മോനെ. കൊതിക്ക് വയസ്സില്ലടി. അത് വിട്, എങ്ങനെയുണ്ട് ചെക്കനും പെണ്ണും? ആ ബ്ലാക്ക് സ്യൂട്ടില് ജിമ്മിച്ചനെ കാണാൻ എന്താ ഒരു ഭംഗി. ആ വൈറ്റ് ഡ്രസ്സിൽ പെൺകുട്ടിയും കൊള്ളാം, സുന്ദരിയാ. ഞാൻ ചോദിക്കണമെന്ന് കരുതിയതാ, ഈ വധുമാര് മാത്രം എന്തിനാ വെള്ള ഡ്രസ് ഇടുന്നേ? മോനെ, വെള്ള സന്തോഷത്തിന്റെ നിറമാണ്. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസല്ലേ അന്ന്. ആ, അതിന്റെ സൂചനയാ ഈ വെള്ള ഡ്രസ്. ഇപ്പൊ മനസ്സിലായി ചെക്കൻ എന്തിനാ കറുത്ത സ്യൂട്ടിട്ട് നടക്കുന്നേന്ന്. പാവം. ആ ടിൻഡു, നീ ഇന്ന് രാവിലെ ആറ്റിലേക്ക് വീണുപോയ പൂച്ചക്കുട്ടിയെ രക്ഷപ്പെടുത്തിയല്ലേ? അതേടാ, സ്വന്തം ജീവൻ പണയപ്പെടുത്തിയാ ഞാൻ അതിനെ രക്ഷിച്ചത്. ഞാൻ അറിഞ്ഞു. വെരി ഗുഡ്. പിള്ളേരായ ഇങ്ങനെ വേണം. താങ്ക് യു. ഓ പിന്നെ, ഒരു സില്ലി പൂച്ചയല്ലേ അവൻ രക്ഷിച്ചത്, പുലിയൊന്നും അല്ലല്ലോ. നിനക്ക് അസൂയ ദീപു. അച്ഛൻ പറയണത് ഈ സംഭവം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നാ. ശരിയാ, പ്രസിഡന്റിന്റെ അടുത്ത് നിന്ന് ചിലപ്പോ ധീരതയ്ക്കുള്ള അവാർഡ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അവാർഡ്? ഇവന് അവാർഡാ കിട്ടാൻ പോകുന്നത്. ഒന്ന് പോടി. നിനക്ക് അസൂയ തന്നെയാ. നോക്ക്, രക്ഷിക്കാൻ മാത്രമല്ല ശിക്ഷിക്കാനും എനിക്കറിയാം. നീ ആരുടെ സന്തോഷ് മണ്ടിട്ടോ? അവന്റെ ഒരു അവിഞ്ഞ ഡയലോഗ്. ടിൻഡു, നിന്റെ അച്ഛൻ വരുന്നു. എന്താ അച്ഛാ? മോനെ, കഷ്ടമായി പോയി. നീ രക്ഷിച്ച ആ പൂച്ചയില്ലേ, അത് പെട്ടെന്ന് പറ മോനെ. നീ സംയമനം വെടിയരുത്. മനസ്സിലാകുന്ന ഭാഷയിൽ പറയച്ചാ. നീ ഇത് കേട്ടിട്ട് സീൻ കോൺട്ര ആവരുത്. ഏയ് ഇല്ലില്ല, നോ സീൻ കോൺട്ര. അച്ഛൻ ധൈര്യമായിട്ട് പറ. നീ രക്ഷപ്പെടുത്തിയ ആ പൂച്ചക്കുട്ടിയില്ലേ, അത് ചത്തുപോയടാ. ആത്മഹത്യയാണെന്നാ സംശയം. ആത്മഹത്യയോ? പൂച്ച ആത്മഹത്യ ചെയ്യോ? പറയാൻ പറ്റില്ല, ഇപ്പോഴത്തെ കാലമല്ലേ. അല്ല, എങ്ങനെയാ ആത്മഹത്യ ചെയ്തത്? തൂങ്ങിയാ മരിച്ചത്. നമ്മൾ ടെറസിൽ തുണി ആറിയിടാൻ കിട്ടിയ കയറില്ലേ, അതിലാ അത് തൂങ്ങിയത്. ദൈവമേ, അങ്ങനെ ചെയ്ത അത് ചാവോ? അബദ്ധായി എന്നാ തോന്നുന്നത്. എടാ കഴുതേ, നീയാണോ അത് ചെയ്തത്? എന്റെ കൈ കിട്ടുമ്പോ അത് നനഞ്ഞു കുതിർന്ന് കിടക്കായിരുന്നു. ഞാൻ നന്നായി പിഴിഞ്ഞു ഉണക്കാനിട്ടു. എങ്ങനെ ഉണ്ടായിരുന്നു ടിൻഡു അമ്മയുടെ കോഴിക്കറി? ഗംഭീരം. എന്തായി കറിയുടെ പേര്? ചിക്കൻ ഹറാമി. നല്ല ഐശ്വര്യമുള്ള പേര്. ഇത് കഴിച്ചിട്ട് നിങ്ങളുടെ മുഖത്ത് എന്താ ഒരു സന്തോഷമില്ലാത്തത്? നിങ്ങളുടെ മുഖം കണ്ടാലറിയാം മനസ്സ് നിറഞ്ഞൂന്ന്. മനസ്സ് മാത്രമല്ലടി, കണ്ണും നിറഞ്ഞു. അതെന്താ, എരിവ് കൂടിപ്പോയോ? ഏയ്, ഞാൻ എത്ര മെനക്കെട്ടാ ഇത് ഉണ്ടാക്കിയെന്നറിയോ? ഞങ്ങളും അതെ. മനസ്സിലായില്ല. എത്ര മെനക്കെട്ടിട്ടാ ഞാനും അച്ഛനും ഈ സാധനം അകത്താക്കിയെന്നറിയോ? എടി, എന്തേലും കുടിക്കാൻ എടുക്ക്. ആകെ ഒരു ഗ്ലാസ് പാലേ ഉള്ളൂ, ബാക്കിയെല്ലാം പിരിഞ്ഞുപോയി. പാല് ചീത്തയാവാതിരിക്കാൻ എന്തോ ഒരു മാർഗം ഉണ്ടായിരുന്നല്ലോ. പാസ്റ്റ, എന്താ അതിന്റെ പേരിടിൻഡു? ആ, എനിക്കറിയില്ല. നല്ല ആളോടാ ചോദിച്ചത്. അതെന്താ, എനിക്ക് അത്യാവശ്യം വിവരമൊക്കെ ഉണ്ട്. ചീത്തയാവാതിരിക്കാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക. ഒന്ന് പോടാ. അച്ഛൻ എന്താ വേണ്ടേ? ദാ, ഈ ഗ്ലാസ്സിൽ പാലുണ്ട്. ഈ പാല് ചീത്തയാവാതിരിക്കാൻ ഒരു മാർഗമുണ്ട്. പറയുന്നില്ല, ഞാൻ കാണിച്ചു തരാം. എടി, ഞാൻ വല്ലാതെ വയസ്സായി പോയല്ലേ. ഇപ്പോഴാണോ മനസ്സിലായത്? ഡൈ ആവാനായി. എന്ത് വർത്താനാ നിങ്ങളീ പറയുന്നത്? എന്നെ ഓർത്തോ? പറക്കം പറ്റാത്ത ടിൻഡുവിനെ നിങ്ങൾ ഓർത്തോ? നിനക്കെന്താടി വട്ടായോ? അത് ശരി, വേണ്ടാതീന ഞാനാണോ പറഞ്ഞത്? ഡൈയുടെ കാര്യമാ ഞാൻ പറഞ്ഞത്, ഹെയർ ഡൈ. ഓ, ആൾഡൈ. എന്നാ കുറച്ച് എനിക്ക് മാറ്റി വെച്ചേക്കണേ. അയ്യേ, അമ്മ ശശിയായി. എന്റെ പേരാടാ ശശി, ഇവള് രമ. ന്യൂ ജനറേഷനിൽ ആള് മണ്ടനായി എന്നതിന് ശശിയായി എന്നാ പറയാറ്. ഇപ്പൊ ശശി എന്ന് വെച്ച മണ്ടൻ. കഷ്ടം, നല്ലൊരു പേരായിരുന്നു. ഇനി ഇതിപ്പോ മാറ്റാനും പറ്റില്ലല്ലോ.
അത് സാരമില്ല, അച്ഛൻ അത് കറക്റ്റ് മാച്ചാ. ആ അതവിടെ നിൽക്കട്ടെ, നീ പോയി ഡൈ വാങ്ങി വാ. പോവാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എനിക്കറിയാം, കണ്ടീഷൻ എന്ന് വെച്ചാ കമ്മീഷൻ അല്ലേ. ബാക്കി പൈസ കൊണ്ട് നിനക്ക് മുട്ടായി വാങ്ങണം. കമ്മീഷനും മിഠായി ഒന്നും അല്ല, കടയിലേക്ക് പോയി വരാൻ അച്ഛന് ബൈക്കൊന്ന് വേണം. അയ്യടാ, എടാ ദൈവം നിനക്ക് എന്തിനാ 2 കാർഡ് തന്നത്? ഒന്ന് ഗിയർ മാറ്റാനും മറ്റേത് ബ്രേക്ക് ചവിട്ടാനും. എന്തേ? നീ എവിടെയായിരുന്നടാ? കൊച്ചി വരെ ഒന്ന് പോയി. മാമൻ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടപ്പിലാ. എന്തു പറ്റി? പുള്ളിക്ക് എപ്പൻഡിസൈറ്റിസാ. പുള്ളിയുടെ അപ്പൻ സയന്റിസ്റ്റ് ആണെന്നോ? എടാ, ഇതൊരു രോഗത്തിന്റെ പേരാ. എന്ത് അപ്പൻ സയന്റിസ്റ്റ് ആണെന്നോ? ഓ, എപ്പൻഡിസൈറ്റിസ്. എന്താടാ ഇത്? നീയും സൂക്ഷിച്ചോ, നിനക്കും വരാൻ ചാൻസ് ഉണ്ട്. അതെന്താ? എടാ, വാരി വലിച്ചു തിന്നുന്നവർക്ക് വരുന്ന രോഗമായത്. ദൈവമേ, കൊടല് പഴുത്ത് വ്രണാവും. ഓപ്പറേഷനേ രക്ഷയുള്ളൂ. ഈ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാ നല്ല വേദന ഉണ്ടാവും അല്ലേ? ഏയ്, നല്ല കുളിരുണ്ടാവും. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ഓപ്പറേഷന് മുമ്പ് രോഗികളെ മയക്കുന്നത് എന്തിനാ? അതൊരു ചോദ്യമാണല്ലോ. പറയടാ, എന്തിനാ മയക്കുന്നേ? അത് മനസ്സിലായില്ലേ? എടാ, രോഗിയെ മയക്കാതെ ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാ രോഗി അത് നോക്കി അതിന്റെ കുട്ടൻസ് പഠിച്ചു കളയില്ലേ. പിന്നെ അവൻ കയറി സ്വയം അങ്ങ് ചെയ്താലോ. അതിനാ മയക്കുന്നത്, മനസ്സിലായോ?